പാലക്കയത്തെ പുഴയുടെ സംഗീതവും പുലരിയിലെ കിളിക്കൊഞ്ചലുകളും പ്രചോദനം പകർന്ന തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ എന്ന വരികളിലൂടെ കോടിക്കണക്കിന് മനുഷ്യരുടെ ആത്മാവിനെ തൊട്ടുണർത്തിയ പ്രതിഭയ്ക്ക് ഹൃദയാഞ്ജലി അർപ്പിക്കുകയാണ് പാലക്കയം ഗ്രാമം. ഇഹലോക ജീവിതം മുഴുവൻ തിരുനാമകീർത്തനം പാടാൻ മാറ്റിവെച്ച ഫാദർ മൈക്കിൾ പനച്ചിക്കൽ VC യാത്രയാകുമ്പോൾ പാലക്കയം പായ്പുല്ല റോഡിന്റെ ഓരം ചേർന്നൊഴുകുന്ന മുണ്ടനാടൻ പുഴയിലെ കല്ലും ചാട്ടം എന്ന പ്രകൃതി രമണീയമായ പുഴയോരത്ത് അച്ഛൻ ചെലവഴിച്ച സായാഹ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മനോമുകുരങ്ങളിൽ നിന്ന് ഉതിർന്നു വന്ന വരികൾ ഇവിടുത്തുകാരുടെ ഹൃദയങ്ങളിൽ അലയടിക്കുകയാണ്. പാലക്കയം ഗ്രാമത്തിന് ഇത് ചരിത്രപരമായ ഒരു ഓർമ്മ പുതുക്കലിൻ്റെ നിമിഷം കൂടിയാണ്. 1977 മുതൽ 1980 വരെയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം പാലക്കയം ഇടവകയിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചത്. കേവലം ഒരു ആത്മീയ ഇടയൻ എന്നതിലുപരി മികച്ചൊരു ആർക്കിടെക്റ്റും ഡിസൈനറുമായിരുന്ന പനച്ചിക്കൽ അച്ഛൻ കേരളത്തിൽ തന്നെ അപൂർവമായ ഡിസൈനിലുള്ള 8 മുഖങ്ങളോടുകൂടിയ മനോഹരമായ ഒരു പള്ളിയാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ കരിങ്കല്ലിൽ പാലക്കയത്ത് പണി കഴിപ്പിച്ചത്. 1977 പണി ആരംഭിച്ച് 1980 വെഞ്ചരിച്ച ഈ ദേവാലയം അദ്ദേഹത്തിൻ്റെ പ്രതിഭയുടെ ഉദാത്തമായ പ്രതിഫലനമായി ഇന്നും നിലകൊള്ളുന്നു. പ്രിയമുള്ളവരെ, തിരുനാമകീർത്തനം പാടിയ മലയാള ഭക്തിഗാന രംഗത്തിന്റെ അനശ്വര ഗാനരചയിതാവ് ഫാദർ മൈക്കിൾ പനച്ചിക്കൽ നിര്യാതനായി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അനുസ്മരിക്കുന്ന ഈ ദിവസം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മൃതസംസ്കാരം നടക്കുന്ന ഈ ദിവസം, അദ്ദേഹവും പാലക്കാട് രൂപതയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ഓർമ്മക്കുറിപ്പാണ് ഇവിടെ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1977 മുതൽ 1980 വരെ പാലക്കയം ഇടവകയുടെ വികാരിയായിട്ട് അദ്ദേഹം സേവനം ചെയ്യുകയുണ്ടായി. ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം എഴുതിയ തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ എന്നുള്ള ഗാനം ഈ പാലക്കയത്തിന്റെ മനോഹരമായ ഗ്രാമ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം അത് രചിച്ചത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം പാലക്കയം അത്രയേറെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പാലക്കയത്തുനിന്നും അതുപോലെ തന്നെ പാലക്കയത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെയൊക്കെ അദ്ദേഹം സഞ്ചരിച്ച അദ്ദേഹത്തിന് പുതിയ ഈണവും താളവും ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒത്തിരിയേറെ അനുഭവിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. 2024 പാലക്കയം കുടിയേറ്റത്തിന്റെ 75-ാം വർഷം പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് അച്ഛനത് പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ദീർഘനേരം അച്ഛൻ എന്നോട് സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാലക്കയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, എന്റെ മനസ്സിനെ ഏറെ സ്പർശിച്ച സ്ഥലമാണ്, ഞാൻ ഒത്തിരിയേറെ എന്റെ ഗാനങ്ങൾ എഴുതാനായിട്ട് എന്നെ സഹായിച്ചത് അവിടുത്തെ പ്രകൃതിയും മനോഹരമായിട്ടുള്ള ദൈവാനുഭവമാണ് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം അനശ്വരമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഗാനമായിരുന്നല്ലോ തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാലക്കയത്തു നിന്നും പായ്പുല്ലിലേക്ക് പോകുന്ന റോഡിലെ മുണ്ടനാടൻ പുഴയുടെ കല്ലും ചാട്ടം എന്ന് പറയുന്ന ആ പുഴയോരത്തിരുന്ന് അദ്ദേഹം ആ കല്ലുകളിലിരുന്ന്, കാട്ടുകല്ലുകളിലിരുന്ന് ഈ പുഴയുടെ സംഗീതം കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപപ്പെട്ട വരികളാണ് തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ എന്നുള്ള ഗാനത്തിന്റെ പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർകാറ്റിൽ അലിഞ്ഞ് ഞാൻ പാടും എന്നുള്ള ആ വരികൾ. അതുപോലെ തന്നെ അദ്ദേഹം പ്രഭാതത്തില് പാലക്കയത്തായിരിക്കുമ്പോൾ നടക്കാനിറങ്ങുമ്പോൾ കിളികളുടെ ശബ്ദം കളകലാരം കേൾക്കാറുണ്ടായിരുന്നു. ആ കേൾക്കുന്ന ശബ്ദവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം ആ പാട്ടിന് തന്നെ എഴുതിയ മറ്റു വരികളാണ്, പുലരിയിൽ ഭൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊത്ത് ഞാൻ പാടും. അപ്പൊ ഇങ്ങനെ പാലക്കയത്തിന്റെ മനോഹരമായ പ്രകൃതിയിൽ നിന്നാണ് കോടാനുകൂടി മനുഷ്യരുടെ ആത്മാക്കളെ തൊട്ടുണർത്തിയ തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ എന്നുള്ള ഗാനം വിരചിതമായി എന്നുള്ളത് ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പാലക്കയം ഗ്രാമവാസികളുടെ ശ്രദ്ധാഞ്ജലിയായി സമർപ്പിക്കുകയാണ്. നമുക്കറിയാം, മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ കേരള സഭയ്ക്കും ഭാരത സഭയ്ക്കും ആഗോള സഭയ്ക്കും ലഭിച്ച ഒരു വലിയ വരദാനമാണ്. 700-ലധികം ഭക്തിഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ വിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം തന്നെ നിത്യത തീർക്കും നിമിഷങ്ങളെ എന്നുള്ള ഗാനം, ആ ഗാനം എഴുതിയിട്ട് ഇത് 50-ാമത്തെ വർഷം പൂർത്തീകരിക്കുകയാണ്. ആ 50-ാമത്തെ വർഷം പൂർത്തീകരിക്കുകയാണ് എന്ന് അദ്ദേഹം എന്നോട് കഴിഞ്ഞ ഒരു വർഷം ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു.
അന്ന് മുതൽ എനിക്കൊരാഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്നുള്ള ആ ഗാനത്തെ വെച്ചുകൊണ്ട് ഒരു പത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് മീഡിയയിലൂടെ അതൊന്ന് പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. ഏതായാലും ഈ അദ്ദേഹത്തിന്റെ മൃതസംസ്കാരം നടക്കുന്ന ഇന്ന് അത് ഈ രീതിയിലൊന്ന് അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ആ ഗാനം അദ്ദേഹം ആദ്യമായിട്ട് എഴുതി ചിട്ടപ്പെടുത്തി. അതിന്റെ പിന്നിൽ ഒത്തിരിയേറെ ദൈവാനുഭവം ഉണ്ടായിരുന്നു അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം എഴുതാൻ വേണ്ടി അദ്ദേഹത്തെ പ്രത്യേകിച്ച് അതിനുവേണ്ടി നിർബന്ധിച്ചത് ആബേലച്ചനാണ്. മലയാള ഗാനരംഗത്തിന്റെ വലിയ അനശ്വരനായ കലാകാരൻ ആയിരുന്ന ആബേലച്ചനാണ് അദ്ദേഹത്തോട് ഒരു പാട്ട് എഴുതൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ എഴുതിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ പാട്ട് എഴുതി തിരിച്ച് വീണ്ടും ആബേലച്ചൻ ഒരിക്കൽ ആ പാട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്നുള്ള വരികളെ അദ്ദേഹം കേട്ടിട്ട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, ഈ പാട്ട് അത്ര ബഹുകേമമാണ്, നിങ്ങളിത് മ്യൂസിക് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന ജോബ് മാഷും ഒക്കെയാണ് അത് മ്യൂസിക് ചെയ്തത്. അനശ്വര മലയാളത്തിന്റെ ഗാനഗന്ധർവനായ യേശുദാസാണ് അത് പാടി മലയാളത്തിലെ വലിയ അനുഗ്രഹമാക്കി മാറ്റിയത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ ഗാനവുമായി ബന്ധപ്പെട്ട് എന്റെ മനസ്സിലുള്ള ഏറ്റവും മറ്റൊരു ഓർമ്മക്കുറിപ്പ് ബഹുമാനപ്പെട്ട മൈക്കിൾ കാരിമറ്റൽ അച്ഛന്റെ ജീവിതാനുഭവമാണ്. മൈക്കിൾ കാരിമറ്റൽ അച്ഛൻ മരിച്ചിട്ട് ഏകദേശം 3-4 മാസമേ ആയിട്ടുള്ളൂ. ആ അച്ഛന്റെ അവസാന ആഗ്രഹം അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തി വയ്ക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മരണസമയത്ത് മറ്റു പാട്ടുകൾ പാടാൻ പാടില്ല, നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ എന്നുള്ള ഗാനം അത് വീണ്ടും ആലപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷ ചെയ്യണമെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ആ ഗാനത്തിനകത്താണ് കൽക്കരിക്കട്ടയെ സ്നേഹിച്ച് കൽക്കരിക്കട്ടയെ വൈഡൂര്യമാക്കിയ നാഥ എന്നുള്ള ആ വരികളൊക്കെ എത്രയോ മനോഹരമായ വരികളാണ്. കോടാനുകൂടി മനുഷ്യര് പാടിപ്പതിഞ്ഞ ആ ഗാനങ്ങൾ അച്ഛന്റെ അനശ്വര ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ വലിയ അനശ്വരമായ ഓർമ്മകളായി നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പാലക്കാട് രൂപതയ്ക്കും അതുപോലെ തന്നെ പാലക്കൈ ഇടവകയ്ക്കും ആ ഗ്രാമഭംഗിക്കും നൽകിയ എല്ലാവിധ അനശ്വരതയ്ക്കും പ്രത്യേകമായ ശ്രദ്ധാഞ്ജലി നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛന് ഹൃദയപൂർവമായ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നു, സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. സ്നേഹപൂർവ്വം പാലക്കയം ഗ്രാമവും പനച്ചിക്കൽ അച്ഛനും. താങ്ക് യു വെരി മച്ച്.